ഇനി ഇക്കാക്ക് കുറേ സംസാരിക്കാനുണ്ട്. എന്താ വെച്ചാൽ ചതിയ എന്നൊക്കെ വിളിച്ചതിൽ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പറയാനുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ കുടുംബത്തിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അല്ല, തിരുവനന്തപുരത്തെ അല്ല, എൻ്റെ വിളയൂരുള്ള കുടുംബത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 3 മക്കളാണുള്ളത്. 2 പെൺകുട്ടിയും 1 ആൺകുട്ടിയും, 1 ഭാര്യ, അങ്ങനെയാണുള്ളത്. ഒരു ഭാര്യ ഇപ്പോൾ അവിടെ, ഒരു ഭാര്യ ഇവിടെ, അങ്ങനെ 2 കാര്യം. ഇനിയിപ്പോൾ കെട്ടണമെന്ന് ആൾക്ക് ഉണ്ട് ഇല്ലയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിലിപ്പോൾ കമൻറ്റ് ചെയ്തതിൽ കുറച്ച് ആൾക്കാർക്ക് നല്ല ഇഷ്ടം വന്നിട്ടുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർ മുന്നോട്ട് വരിക, നമുക്കൊരു വിഷയമില്ല. അല്ല അങ്ങനെ അങ്ങനെ ഇതിൽ മൂത്ത മോളെ കല്യാണം കഴിഞ്ഞ്, രണ്ടാമത്തെ മോളെ പിന്നെ എൻഗേജ്മെൻറ്റ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ദിവസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് അറിയിക്കാം. പിന്നെ മൂത്ത മോൾക്ക് ഒരു കുട്ടിയുണ്ട്, 3.5 വയസ്സായിട്ടുണ്ട്. രണ്ടാമത്തത് ഗർഭിണിയാണ്, ഏകദേശം അടുത്തിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യാനുള്ള ഒരു പ്രസവം ആകാൻ, ബുദ്ധിമുട്ടൊന്നും കൂടാതെ പ്രസവം നടക്കാനും വേണ്ടി എല്ലാവരും റാഹത്തായിട്ട് പിന്നെ പ്രസവം നടക്കാൻ വേണ്ടി ദുആ ചെയ്യുക. എല്ലാവരും മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. അപ്പം അങ്ങനെയാണ് എൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ളത്. മോന് പഠിക്കണം, മോന് 10ാം ക്ലാസ്സിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ കഥ ഉള്ളത്. ഇവിടെ പിന്നെ ആരിഫ പറഞ്ഞു, ഇവിടുത്തെ പിന്നെ നമ്മളെ 2 മക്കൾക്കും രണ്ട് വീതം കുട്ടികളാണ്. മൂത്ത ആളെന്ന് പറയാൻ വലിയ കുട്ടികളാണ്. അപ്പോൾ ഒരാൾക്ക് 2 ആൺകുട്ടികളാണ്, ഒരാൾക്ക് 1 ആൺകുട്ടി 1 പെൺകുട്ടിയാണ് ഉള്ളത്. പിന്നെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, 2 വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഒരാൾ MLT കഴിഞ്ഞ് ലാബ് ടെക്നീഷ്യനായിട്ട് ഇവിടെ മിഷൻ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. പൂങ്ങോട്ടോളം മിഷൻ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി പറയട്ടെ, എൻ്റെ മോള് ഇതേപോലെ തന്നെ MLT കോഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആള് മൂത്ത മോളെ ഞാൻ അതേപോലെ തന്നെ ഒരു ടീച്ചിങ് കോഴ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവളെ നിക്കാഹ് ചെയ്ത് വിട്ടത്. 2 പേർക്കും നല്ല രീതിക്ക് തന്നെ വിദ്യാഭ്യാസം, അതാത് ഘട്ടങ്ങളിൽ കൊടുക്കേണ്ട വിദ്യാഭ്യാസം കൊടുത്തിട്ട് തന്നെയാണ് 2 പേരും നമ്മളാൽ കഴിയുന്നത് കൊടുത്തിട്ടുണ്ട്. ഇനി മോന് 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അവന് നല്ലൊരു സെറ്റപ്പിൽ എത്തിക്കണം എന്നുള്ളതാണ് പ്രാർത്ഥനയിലുള്ളത്. കൂടെ നിങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാകുക, നല്ല രീതിക്ക് എത്താനും കാര്യങ്ങളൊക്കെ റാഹത്താകാനും സ്വാലിഹത്താകാനും ഒക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. അപ്പോൾ ഒരു മോള് ഇതേപോലെ എൻ്റെ ഒരു മോള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഫാർമസിയിലാണ്, തിരൂർ. പിന്നെ ഓസ്കാർ ഫാർമസി എന്നറിയും, അവിടെ ഹോൾസെയിലായിട്ട് ഉള്ളതാണത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു. അവിടെ TTC കഴിഞ്ഞാണ്, ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ കുറച്ചാണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ അവൾക്ക് മടിയായി. പിന്നെ ഡെലിവറി ഒക്കെ വന്ന് പിന്നെ അങ്ങനെയാണ്ട് നിന്നു. അപ്പോൾ അവൾ ഇതേപോലെ ഫാർമസി കയറിയതാണ്. പിന്നെ മോന് ഇപ്പം പുറത്താണ്, ദുബായിലാണ്. അപ്പോൾ അവന് പിന്നെ ഇലക്ട്രിക്കൽ എൻജിനീയറാണ്. പിന്നെ ഡിപ്ലോമ എടുത്താണ് ഇവിടെ പോളിന്ന്. ഇപ്പോൾ അവന് തിരൂർ പോളി. അപ്പോൾ അവന് വർക്ക് ചെയ്യുന്നത് അതല്ല, അവന് വേറെ ഒരു കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളെ 3 മക്കളും. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എവിടെ ഇട്ടെറിഞ്ഞിട്ടോ ആർക്കെങ്കിലും തട്ടാൻ കൊടുത്തിട്ടോ ഒന്നുമല്ല. അവർക്ക് സ്റ്റാൻഡേർഡ്, നമ്മളതായിട്ടുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് ജീവിതം, വിദ്യാഭ്യാസം, അത് അതിലൊന്നുമില്ല. പണം ഇന്ന് വരും നാളെ പോകും, അത് വേറെ കാര്യം. അത് കണ്ടിട്ട് നമുക്ക് സ്ഥാനമാനങ്ങൾ അളക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല കൾച്ചർ കൊടുക്കണം. പിന്നെ അവർക്ക് ജീവിക്കാനുള്ള ഒരു എന്താ പറയുക ശക്തി, അത് നമ്മൾ കൊടുക്കണം. അത്രേ വേണ്ടുള്ളൂ. എന്നുവെച്ചാൽ ഒരു ജോലി അവരുടെ കയ്യിൽ വാങ്ങണം. ജോലി എന്ന് പറയുമ്പോൾ എന്തും അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് സംഭവിച്ച് പോയി. ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് എൻ്റെ കാര്യം. അപ്പോൾ അത് പിന്നെ ഞാൻ പിന്നെ പറയാം. എന്നുവെച്ചാൽ നമ്മളെ കയ്യിൽ എപ്പോഴും എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം, മസ്റ്റായിട്ട്. പെണ്ണുങ്ങൾ ഇപ്പോൾ ആണുങ്ങൾ പോകുന്നുണ്ട്, അവർ നമ്മുടെ കുടുംബം നോക്കുമെന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പകച്ച് നിന്ന് മേലേക്ക് നോക്കും. ആരെങ്കിലും എന്തെങ്കിലും കുടുംബക്കാർ എന്തെങ്കിലും പിച്ച കൊടുന്ന് തന്നാൽ അത് വെച്ച് കഴിച്ചിട്ട് ഇതാക്കണം. അല്ലെങ്കിൽ പലതരം സഹായങ്ങൾ, പിന്നെ ആ കമ്മിറ്റി ഈ കമ്മിറ്റി അപ്പുറത്ത്, പിന്നെ ഇതിൽ കൂടെ ഒക്കെ. അപ്പം അതിൻ്റെ ആവശ്യമില്ല. തൻ്റെ ഇടത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരാൾ മാത്രമല്ല, 2 ആളും കൂടെ കൂടിയാലേ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുതന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഇപ്പം എനിക്കിവിടെ ഇരിക്കാൻ പറഞ്ഞേക്കാം, പക്ഷേ നമുക്ക് മനസ്സനുവദിക്കുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്, ആൾ സുഖമില്ലാത്തൊരവസ്ഥയിലാണ്. തീരെ ഈ ജോലിക്ക് തന്നെ പറഞ്ഞേക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ യൂട്യൂബ് കൊണ്ട് ഞാൻ ആദ്യക്കാണ് ഞങ്ങൾ യൂട്യൂബിലേക്ക് വന്നത് തന്നെ അതുകൊണ്ടാണ്. ഞങ്ങൾ ഗൾഫിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ് ചാനൽ. ഗൾഫിൽ നിന്ന് തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ ഗൾഫിലേക്ക് പോകാനും കാരണം എന്താ വെച്ചാൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വന്ന് നോട്ട് നിരോധനം വന്ന്
ഷോപ്പുകളൊക്കെ അടച്ചിടേണ്ട അവസ്ഥ വന്ന് കടം കയറി അങ്ങനെ രക്ഷയില്ലാഞ്ഞിട്ട് പുറത്തേക്ക് പോയതാണ്. പുറത്ത് പോയി കുറച്ചങ്ങണ്ട് നമ്മൾ തുടങ്ങി ഒന്ന് സെറ്റായിക്കൊണ്ട് വരുമ്പോഴത്തേന് കൊറോണ വന്നാൽ ഇവിടുത്തെ സിസ്റ്റം കൂടെ അല്ലല്ലോ. അവിടുത്തെ നിയമം അത് കർശനമായിട്ടുള്ളതാണ്. അപ്പൊ ആണിനും പെണ്ണിനും നല്ല ഒരാൾക്കൊരു ഈച്ചക്ക് മാറാൻ പറ്റൂല. കുറെ ആളുകളുണ്ടാവും അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഗൾഫ് പോയിട്ടുണ്ടാവും, പോയവരുണ്ടായിരിക്കാം. ഞങ്ങളത് അങ്ങനെയല്ലായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് നല്ല ടാസ്ക് ആയിരുന്നു. ഞാനിവിടുന്ന് എൻ്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, അതിലാകെ പൊട്ടിപ്പാളീസായിട്ടാണ് ഞാനൊരു വിസിറ്റിംഗ് പോയതായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ നാട്ടുകാർക്ക് പോലും ചിലപ്പോൾ അത് അറിയാണ്ടാവില്ല. അപ്പോൾ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ചുരുക്കി പറയാം, ഞാനൊരു വിസിറ്റിംഗ് വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. വിസിറ്റിങ്ങിന് അവിടെ പോയി ഒരാളെ കീഴിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കടം വീട്ടേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ആ കടം വീട്ടാൻ എനിക്ക് കഴിയില്ല എന്നുള്ളൊരു ബോധ്യം വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ മുന്നേ ഞാൻ ഗൾഫിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് തന്നെ അറബി എനിക്ക് ഫ്ലുവൻ്റ് ആണ്. അപ്പോൾ ആ ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു ഷോപ്പ് ഞാൻ നടത്താനെടുത്തു. 15 ദിവസം കൊണ്ട് തന്നെ എനിക്കൊരു ഷോപ്പ് ഉദ്ദേശിച്ച രീതിക്ക് തന്നെയുള്ള ഒരു ഷോപ്പ് കിട്ടി. അങ്ങനെ ഒരു ഷോപ്പ് ഞാൻ നടത്താനെടുത്ത് ഐസ്ക്രീമിൻ്റെ ഷോ ഉണ്ട്, നമ്മുടെ സ്വീറ്റ് കോണ്, പോപ്കോൺ, പിന്നെ ജ്യൂസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഷോപ്പാണ്. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയുള്ള ഒരു ഷോപ്പാണ്. അങ്ങനെ അതെടുത്ത് ആ ഷോപ്പിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ റൂം എനിക്ക് കിട്ടി. അതായത് എൻ്റെ അർബാബിനെ വെച്ചിട്ട് ഇവളുടെ ഗാർമെൻറ്റ്സ് ഫീൽഡ് സെറ്റ് ചെയ്യുക എന്നുള്ള ലെവലിലേക്ക് റൂം കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുള്ള് ലേഡീസ് കസ്റ്റമറാണ് കൂടുതലുള്ളത്, ഐസ്ക്രീമിൻ്റെ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അവരെത്തൊക്കെ ഞാൻ വിഷയം പറഞ്ഞു, ഇങ്ങനെ വൈഫിന് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ ഉള്ളതാണ്, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പം ഞാൻ അവളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നിന്നുള്ള വർക്ക് എനിക്ക് തരുമെന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അർബാബിൻ്റെ അടുത്ത് സംസാരിച്ച് അർബാബ് പറഞ്ഞു, ഓക്കെ എന്നാൽ ഈ ഒരു പണി ചെയ്തോ, അവളെ കൊണ്ടുവന്നോ. അപ്പോൾ അവിടെ ഒമാനിൽ വേറെ ഒരു നിയമമുണ്ട്, ലേഡീസ് ഫ്രണ്ടിലേക്ക് നിൽക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനം എന്തെടുത്തു, പിന്നെ ഒരു ബംഗാളി പയ്യനെ ഫ്രണ്ടിലേക്ക് നിർത്തിയിട്ട് അളവെടുക്കൽ കാര്യങ്ങളൊക്കെ ഇവളിതാക്കുക. അപ്പോൾ ആ മനസ്സിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, കടങ്ങൾ സെറ്റിൽ ചെയ്യാന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ എത്തി. പിന്നെ ഇന്ത്യയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നോക്കുമ്പോൾ ഒന്നുമില്ല, കയ്യിലൊന്നും ഫണ്ടില്ല. ഉള്ള ഫണ്ടിൽ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ക്ലിയർ ചെയ്ത് ഒക്കെ റെഡിയാക്കി. അങ്ങനെയാണ് ഇവളെ കയ്യിലുണ്ടായിരുന്ന ഒരു കുറച്ച് സ്വർണം അതവിടെ വിറ്റിട്ട് ഇവിടെ വിസ അടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് ഇന്റീരിയറിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് ഇവിടുത്തെ ഷോപ്പ് വിറ്റിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടാണ് ടിക്കറ്റും വിസയൊക്കെ റെഡിയാക്കിയിട്ടാണ് അങ്ങോട്ട് പോണതുള്ളത്. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് തന്നെ ഇതേപോലെ തന്നെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ വിറ്റിട്ടാണ് അവിടുന്ന് നമുക്ക് എന്താണ് കുറച്ച് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഏർണിങ്സ് ഉണ്ടാവുള്ളൂ, റിട്ടേൺ നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിലുള്ളത് മൊത്തം വിറ്റാലും വേണ്ടില്ലാന്ന് കരുതിയിട്ടാണ് കയ്യിലുള്ളതൊക്കെ വിറ്റിട്ട് അവിടെ ഇത് തുടങ്ങാൻ തീരുമാനിച്ചത്. പക്ഷേ ഞങ്ങൾ അവിടെ തുടങ്ങി ഇൻറ്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് അവിടെ ചൈനയിൽ നിന്ന് ഇത്ര ആൾ മരണപ്പെട്ടു. അപ്പോൾ നമ്മളിങ്ങനെ വാട്സപ്പിൽ വായിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ഇന്നതാണെന്നറിയില്ല. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളെ കേരളത്തിൽ കൊറോണ ഭയങ്കര സംഭവമായി മാറി. ഒരാൾ ഇറ്റലിയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒമാനിൽ 2 ആൾ ആഫ്രിക്കയിൽ നിന്ന് വന്നിറങ്ങിയവരുണ്ടായി. ആ ആഫ്രിക്കയിൽ നിന്ന് വന്നിറങ്ങിയ അത് കാരണത്താൽ ആ ഒരു ഏരിയ മൊത്തം ഇതാക്കി ഏരിയ പിന്നെ എന്താ കണ്ടെയ്ൻമെന്റ് സോൺ എന്താണ് പറയില്ലേ, ഞങ്ങൾക്ക് മറന്നു നോക്കണം, അതാക്കി മാറ്റി. പിന്നെ അങ്ങനെ കയറി വന്ന് ഒറ്റ മാസം കൊണ്ട് ഫുൾ ലോക്ക്ഡൗൺ ആക്കി. അതോടുകൂടി ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് മൊത്തം പോയി. ഐസ്ക്രീം ഷോപ്പ് പൂട്ടി. പിന്നെ ഉള്ള ജോലി മൊത്തം പോയി. ഷോപ്പ് പൂട്ടിയെങ്കിലും അതിന്റെ കറണ്ട് ബില്ല് അടക്കം റെന്റ് അടക്കം അറബിക്ക് കൊടുക്കാം, പൈസ അടക്കം ഞങ്ങള് കയ്യിൽ നിന്ന് കൊടുക്കും എടുക്കുക. ഞാൻ പുറത്തേക്ക് പണിക്ക് പോവുക, ആ പണി അവിടുന്ന് പൈസ വാങ്ങിക്കുക, അത് കൂടെ എവിടുന്നെങ്കിലും വേറെ ആളെന്തെങ്കിലും കുറച്ച് പൈസ കടം മേടിക്കുക, ഇവർക്കുള്ള പൈസകളൊക്കെ കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു. ഞങ്ങൾക്ക് അതൊന്നും ഇപ്പൊ പറഞ്ഞ ആളുകൾക്ക് ഇത് വരൂല, വിശ്വാസം വരൂല. അതിന്റെ ഇടയിൽ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്നോട് പറയണ്ടല്ലോ നാട്ടിൽ നോക്കണം പറയണം എന്നുള്ളത്. നാട്ടിൽ എൻ്റെ മക്കളെ സെക്യൂർ ആക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ അവിടെ പിന്നെ ഇതിന്റെ ഇടയിൽ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മീൻ മാർക്കറ്റിലേക്ക് 4 മണിക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട്, വേറെ ജോലിയില്ല, ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് കുറഞ്ഞ പൈസക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് ഒരു പെട്ടി ബാക്കിൽ വെച്ച് കെട്ടിയിട്ട് മീൻ മാർക്കറ്റിലേക്ക് മീൻ എടുക്കാൻ പോവുകയാണ്. മീൻ എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ 4 ആൾ 5 ആൾ കൂടിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് ഇന്നെ പോലെ കുറച്ച് ആളുകളുണ്ട് അവിടെ പറ്റ കുടുങ്ങിയിട്ട്. അങ്ങനെ എന്ത് ജോലിക്ക് ഇറങ്ങാൻ തയ്യാറുള്ളവർ കിട്ടും, അല്ലാത്തവർ മടി പിടിച്ച് റൂമിൽ ഇരിക്കുന്നവരുണ്ട്. നമ്മളെ മുന്നിൽ എന്തുള്ളൂ, നമ്മളെ കുടുംബത്തെ പൊറ്റുക എന്നുള്ളത് മാത്രമേ ഉണ്ടാകുള്ളൂ. അങ്ങനെ മാർക്കറ്റിൽ പോവുകയാണ്, മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിക്കുകയാണ്, 4 ആൾ കൂടി ഷെയർ ഇടുകയാണ്. ഷെയർ ചെയ്തിട്ട് എൻ്റെ ഷെയർ കൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വരികയാണ്. ആരിഫ് എന്നെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ 4 ആൾ കൂടിയിട്ട് നമ്മളെ ഇവിടുത്തെ അതേപോലെ കിലോ തൂക്കിയിട്ടല്ല അവിടെ കൊടുക്കുക,
4 മീൻ 5 മീൻ 8 മീൻ 10 മീൻ അത് കീസിലാക്കിയിട്ട് നമ്മളെ മലയാളികളുടെ ഫ്ലാറ്റിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. അങ്ങനെ കച്ചവടം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബലദിയ എന്ന് പറയും നമ്മളെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി, അതായത് ഇവിടുത്തെ പിന്നെ ഇത് ലേബർ ഓഫീസ് പോലെ അവർ പൊക്കാണ്, അവർ പിടിക്കാണ്, എന്നെ പിടിച്ചിട്ട് എനിക്ക് വാണിംഗ് തരികയാണ്. ഫസ്റ്റ് വാണിങ്ങിൽ ഞാൻ സോറിയൊക്കെ പറഞ്ഞ് അറബി അറിയുന്നതുകൊണ്ട് സോറിയൊക്കെ പറഞ്ഞിട്ട് ഒഴിവായി കിട്ടി. രണ്ടാമത് പിന്നെ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇവിടുത്തെ തറവാട് വിറ്റാൽ പോലും എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ഫൈനാണ് വരികയെന്ന് കണ്ടുകൊണ്ട് ഞാൻ ആ പണി ഉപേക്ഷിച്ചു. അതിന് മുന്നേ നമ്മൾ ഈ ഐസ്ക്രീം ഷോപ്പ് നടത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞങ്ങൾ മെസ്സ് നടത്തിയിരുന്നു. വെച്ചാല് ഈ ഇന്റീരിയർ ഡിസൈനിന്റെ കാര്യങ്ങൾ ശരിയായി വരുന്നതിന്റെ ഇടയിൽ വെറുതെ നിൽക്കാൻ പാടില്ലല്ലോ. അതിന്റെ വർക്ക് നടക്കും വേണം, ഇതും നടക്കണം, നമുക്ക് വെറുതെ നിൽക്കാൻ പാടില്ല. അപ്പൊ അതില് ഞാൻ മുന്നേ ലുലുവിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ലുലു ഉണ്ട്. അത്തെ സ്റ്റാഫുകളായിട്ട് പോയി സംസാരിച്ച സമയത്ത് വൈഫിനെ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ മെസ്സ് തുടങ്ങിയ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ച് അവർ പൂർണ്ണ സപ്പോർട്ട് തന്നെ നമുക്ക്. ഞാനാണെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞവരാണ്. അപ്പം ഞാനാണെന്ന് അറിഞ്ഞോട് കൂടി ഫുൾ സപ്പോർട്ട് ആയിരുന്നു. അപ്പോൾ അതും നമുക്ക് പാര കിട്ടി. പാര എന്ന് പറഞ്ഞാൽ വേറൊരു പാരയല്ല കേട്ടോ, അവിടുത്തെ നിയമമാണ് പ്രശ്നം, വേറെ ഒന്നുമല്ല. നമ്മളെ നാട് ലൈസൻസ് നമുക്കില്ല. അത് മെസ്സ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ വലിയ ബോർഡൊക്കെ വെക്കണം, അതിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലില്ലാത്ത കാരണം ഞങ്ങളെ റൂമിൽ തന്നെയാണ് വെച്ചിട്ട് കുറേ മലയാളീസുകൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തിരുന്നു. നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ പോയിരുന്നു. അപ്പോൾ അത് ചെക്കിങ് വന്നതോട് കൂടിയിട്ട് അതും ബ്ലോക്കായി. എന്നതിന് ശേഷം നമ്മള് മാസ്ക് അടിച്ചിട്ട് ജീവിച്ചത് അങ്ങനെയാണ്. മാസ്ക് അടിക്കണ്ട, അതായത് ചൈനയിൽ നിന്നും മാസ്ക് വരവും ബ്ലോക്കായി, മൊത്തം ബ്ലോക്കായത് കാരണം എന്തായി, ഞങ്ങൾക്ക് മാസ്ക് അടിച്ചു. പിന്നെ നല്ല ഓർഡർ കിട്ടി. ആദ്യം ഒരു 4 എണ്ണം ഞാൻ വെറുതെ എൻ്റെ കടയിലുള്ള സ്റ്റാഫുകൾക്ക് അടിച്ചു കൊടുത്തു. അപ്പോൾ അതവിടെ പാക്ക് ചെയ്യണ കൗണ്ടറിൽ ഇട്ടിട്ട് പാക്ക് ചെയ്യുന്ന സമയത്ത് അവരത് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തിരുന്നു. ഞാൻ അതിന് മുന്നേ കണ്ണൂക്കാരെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ വിളിച്ച സമയത്ത് അവർ പറഞ്ഞുകൊണ്ട് പോലും അവിടെ ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട്, അപ്പോൾ അവർക്ക് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരല്ലേ മാസ്ക് ഇല്ലാതെ നോക്കുന്നത്. അപ്പോൾ അവർക്ക് മാസ്ക് ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ അത് ഒരു കമ്പനി കണ്ടപ്പോൾ അവർ 1000 മാസ്കിന് അവർ ഓർഡർ തന്ന്. ആ 1000 മാസ്ക് 11 മണിക്കാണ് എൻ്റെ ഡ്യൂട്ടി കഴിയുക. ആ 11 മണിക്ക് ഞാൻ വന്ന് തുണി, അന്ന് എല്ലാ ഷോപ്പും ക്ലോസ് ആണ്, ഈ തുണി കിട്ടാത്തോടത്തുനിന്ന് പറഞ്ഞ് ഞാൻ ലുലുവിൽ വർക്ക് ചെയ്തിരുന്ന കാരണം അതിൻ്റെ മാനേജറെ പോയി കണ്ട് ആ മാനേജറോട് സംസാരിച്ച് മാനേജർ പറഞ്ഞെന്താ ഞാൻ തുറന്ന് എടുത്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ തുണി കിട്ടി. തുണി അടിച്ച് കൊടുത്തിട്ട് ഞാൻ അടിച്ചു കൊടുക്കും. നമുക്ക് ആ ടൈലറിംഗ് ഫീൽഡ് ചെയ്യുന്ന നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ കട്ടിങ്ങിൻ്റെ ഏകദേശം ഐഡിയകളുണ്ട്. ആ മോഡൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്ത് കൊടുക്കുക, ഇവിടെ ഇരുന്ന് അടിക്കുക. നേരം വെളുക്കോളം രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. 6 മണിക്കൊക്കെയാണ് ഞങ്ങളെ ഈ വർക്ക് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കണ്ണുമ്പോൾ, എന്നിട്ട് 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അതിൽ ഒരു മാനേജർ എൻ്റെ നാട്ടുകാരൻ തന്നെ ഉണ്ടായിരുന്നത്. നാട്ടുകാരനല്ല, കുറച്ച് അടുത്ത് ചെറുകര എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മാവനാണ്. പുള്ളി നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ട് ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്. നാട്ടിലേക്ക് ക്യാഷ് അയക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അതൊന്നും മുടങ്ങിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് അവിടെ. ഇല്ലെങ്കിൽ നമുക്ക് പണിയില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. എല്ലാവരും കൊറോണ അത് പാടില്ലല്ലോ. മക്കളും പിന്നെ ഭാര്യ നിൽക്കുന്ന സമയത്ത് നമ്മളവിടെ അവരുദ്ദേശിക്കുന്ന നമ്മൾ ഗൾഫിൽ അത്ര ഇടുന്നതാണ്. ഞങ്ങൾ നിൽക്കുന്ന റൂമും ഞങ്ങൾ അവസ്ഥയും ഞങ്ങൾക്കേ അറിയുള്ളൂ. അപ്പം നേരം പോലത്തെ അന്ത്യാവുമ്പോൾ ആട് വർക്ക് ഒന്നല്ലെങ്കിൽ ഞങ്ങൾ പൊയ്ക്കണ്. അല്ല ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് കയ്യും കെട്ടി നിന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെന്റ് കൊടുക്കണം കേട്ടോ. നമ്മൾ താമസിക്കുന്നതിൻ്റെ റെന്റ് കൊടുക്കണം, അതുപോലെ നമ്മുടെ ചിലവുകൾ നടക്കണം. അതിനിടയ്ക്ക് 2-3 വട്ടം ഇക്കാക്ക് ആക്സിഡന്റ് ഉണ്ടായി. പല പ്രാവശ്യം ഇതിന്റെ കൂടെ തന്നെ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വർക്ക് പറ്റ ബ്ലോക്കായപ്പോൾ ഒരു അറബി വീട്ടിൽ ജോലിക്ക് പോയിരുന്നു, ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പരിചയമുള്ള ഒരാൾ നമ്മളെ ഷോപ്പിൻ്റെ എൻ്റെ അർബാബിൻ്റെ പരിചയത്തിലുള്ള ഒരാൾ പറഞ്ഞിട്ട് അവിടെ വർക്കിന് പോയിരുന്നു. അപ്പോൾ അവിടുന്ന് വരുന്ന സമയത്ത് സൈക്കിള് ആക്സിഡൻ്റായി, വേറെ ഒരു കാർ വന്ന് തട്ടിയിട്ടിട്ട് ആക്സിഡൻ്റായി. അതിലൊരു 10-20 ദിവസം കാല് മേലക്കം വെച്ച് കിടക്കേണ്ടി വന്നു. 1 മാസത്തോളം മൊത്തം. ആ സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടാണ്, അതായത് ഞങ്ങളുടെ റൂംമേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് വേറെ ടീമും കൂടെ കൂടിയിട്ട് 2 ടീം ഫാമിലി ആയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ മാങ്ങ പീസാക്കിയിട്ട് ഇക്ക തന്നിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കലാണ് ഹൈപ്പർ മാർക്കറ്റിലും ഇവിടെ ഒക്കെ. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഒരു ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതായത് പച്ചമാങ്ങ ചെത്തിയിട്ട് വിൽക്കുക. അത് ഇവിടെ ഉള്ള നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത് മനസ്സിലായിക്കോണമെന്നില്ല, പോയവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. അതായത് അവിടെ ഉള്ളവർക്ക് പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പച്ചമാങ്ങ, നമ്മളെ ലെമണിൻ്റെ പിന്നെ ലിക്വിഡ്, പിന്നെ മുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അത് വിൽപ്പനക്ക് പോയിരുന്നു. അതൊക്കെ ഭയങ്കര ഓർഡർ കിട്ടി. ആ ഓർഡർ പിന്നെ കൊടുക്കാൻ പറ്റാതെ ഞാൻ എൻ്റെ ഇടയിൽ കട്ടപ്പുറത്തായപ്പോൾ കൊടുക്കാൻ പറ്റാതായി. പിന്നെ ആരിഫയും മറ്റേ അർഷിത കൂടിയിട്ടാണ് ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ടാവും കേട്ടോ.
കുറച്ചായിട്ട് 2 മാസമായിട്ടുള്ള പ്രൊഡക്റ്റ് ഇല്ല. അങ്ങനെയാണ് പിന്നെ ആ സമയത്ത് നമ്മളെ ലൈഫ് നടന്നു പോയത്. മാങ്ങ കമ്പനിക്കാർക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ സാധനം കൊണ്ടുവന്നിട്ട് ലോഡ് കണക്കിനാണ് നമ്മൾ എടുത്തിരുന്നത്. അവരെത്തുന്നത് അത്രയും വലിയ ഇതാക്കിയിട്ട് എടുത്തിരുന്നത്, ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഇതാക്കിയിട്ടാണ് നമ്മള്. എന്നിട്ടും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളെ നമ്മൾ തെറ്റ് പറയില്ല കേട്ടോ. നിങ്ങൾ ഒറ്റൊന്നേ കണ്ടിട്ടുള്ളൂ. അതിൽ നിങ്ങൾ പറയുന്നത് ചതിയാന്നുള്ളത് വിളിച്ചിട്ടാണ് പറയുന്നത്. നമ്മളൊരാളെയും ചതിച്ചിട്ടില്ല മക്കളെ, ഒരാളെയും ചതിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ലൈഫ് അവസാനിപ്പിക്കുക എന്നൊരു കണ്ടീഷനിൽ നടന്നിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതായത് അതൊരു ആത്മഹത്യ, ഒരു ത്വര കയറിയിട്ട് എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടല്ല. അത് പല സാഹചര്യങ്ങളുണ്ട്, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ആ ഘട്ടങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ ഘട്ടങ്ങളൊക്കെ വരുമ്പോഴേക്കാണ് അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിലൂടെ കയറി വന്ന് രക്ഷപ്പെടാതെ കരുതി പോയതാണ്. പക്ഷെ ഞാൻ അൽഹംദുലില്ലാഹ് ഇവരോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രേമവിവാഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇതും കൂടെ വെച്ചിട്ടാണ് അവർ പ്രേമം എന്ന് പറഞ്ഞത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, അറേഞ്ച്ഡ് പ്രേമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടും എനിക്ക് ഇഷ്ടപ്പെടാതെ നിന്നതാണ്. അപ്പൊ അങ്ങോട്ട് പോകണം, അവരെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചിട്ട് പോകണം. ആര്യന്മാരും കാറുള്ളവരും ബംഗ്ലാവുള്ളവരും ഒക്കെ ഉണ്ട്, പേരക്കുട്ടികളും മരക്കളും ഒക്കെ ആയവരുണ്ട്. തങ്ങന്മാർ വന്നിട്ടുണ്ട്, നമ്മളെ പ്രസിഡന്റ് ഉണ്ട്, നമ്മളെ ഡോക്ടർമാർ വന്നിട്ടുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ തിരുവിട്ട. ഞാൻ വെറുതെ പറയില്ല. അപ്പൊ നമ്മൾ അത്ര അത്യാവശ്യം കാണാൻ ഇതുണ്ടായതുകൊണ്ട് തന്നെയാണ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. പിന്നെ തള്ളച്ചിന്ന് ഇപ്പൊ പറയുന്നുണ്ടെങ്കിലും നമ്മളെ ജീവിത സാഹചര്യം പിന്നീട് മാറിയപ്പോൾ നമുക്ക് ടെൻഷനും ആദ്യം കയറി. പിന്നെ നമ്മൾ പെണ്ണുങ്ങളല്ലേ, അങ്ങോട്ട് പെട്ടെന്നാണ്ട് ആയിപ്പോവും. അപ്പം പിന്നെ എൻ്റെ ഫുഡ് കൺട്രോളൊക്കെ പോയിക്കുന്നത്. ഞാൻ ചോറ് തിന്നുമ്പോൾ ഇന്നെ ചോറ് തീറ്റിക്കും, ഞാൻ ചോറ് തിന്നലില്ലായിരുന്നു. പിന്നെ മധുരം എൻ്റെ മെയിൻ ഫേവറേറ്റാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടല്ല, ഞാൻ നല്ല ബോഡി നോക്കുന്ന ആളാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ബോഡി നോക്കുന്ന ആളാണ് ഞാനാണ്. ഞാനും എൻ്റെ അഞ്ചത്തിയും പോവുകയാണ്. എൻ്റെ അഞ്ചത്തിയാണ് ജ്യേഷ്ഠത്തിൽ നിന്നും ഞാൻ അനിയത്തിൽ നിന്നാണ് പൊതുവെ എല്ലാവരും പറയൽ. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഈ കമൻ്റൊക്കെ കിട്ടിയപ്പോൾ അവൾക്കൊരു സന്തോഷം മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും അവൾ ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഞങ്ങളെ കാര്യങ്ങൾ വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യം കല്യാണം കഴിക്കാൻ വെച്ചിട്ട് വന്നതല്ല ഇക്ക. പിന്നെ ഞാൻ വാട്സാപ്പിൽ കൂടെ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് പറയുന്നത് ഒരു കൺഫ്യൂഷനാക്കി നിർത്തണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഉപ്പാനോട് അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ഉപ്പാൻ്റെ അടുത്ത് ഇവർ പോയി ചോദിക്കുന്നു. അപ്പോൾ പള്ളി കമ്മിറ്റിനായിട്ട് ബന്ധപ്പെടുന്നു. ഒരാഴ്ച കൊണ്ടല്ലേ നിക്കാണ് കഴിയുന്നു. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പ്രേമം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ നമ്മൾ ഏജിൻ്റെ കാര്യമാണ്. ഏജിൻ്റെ ഇക്കാരുടെ വയസ്സെന്ന് പറഞ്ഞാൽ അല്ല, അത് പിന്നെ അത് കഴിഞ്ഞാൽ അവരുടെ 48 ഇവൾക്ക് 50. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇക്കാനെ കണ്ടാൽ ഇപ്പോഴും മമ്മൂട്ടിനെ അതല്ല അത് മാത്രല്ല, അത് എന്നതറിയോ, ഞാനതിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഒരു റീൽസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. എൻ്റെ ആ ഒരു റീൽസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് മലപ്പുറം ആരിഫ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ ഇൻസ്റ്റാ പേജ് ഒന്ന് നോക്കണം. മഞ്ജു വാര്യറും ഞാനും കൂടെ നിൽക്കുന്ന ഒരു ഇതുണ്ട്. അതിലും ഇതേപോലെയുള്ള കുറേ ബാഡ് കമൻറ്റുകൾ വന്നിരുന്നു. ഞാൻ അങ്ങനെ തന്നെ വെച്ച്. കാരണം എന്താ വെച്ചാൽ മഞ്ജു വാര്യറും ഞാനൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങളുണ്ടാളൊക്കെ ഒരേ വയസ്സനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിട്ടിട്ട് ഇക്കട്ടതായിരുന്നു കേട്ടോ. ഇക്കട്ട് എനിക്ക് പോസ്റ്റ് വന്നിട്ട് മാസങ്ങളോളായി. വെറുതെ ചുമ്മാ ഞാനൊന്നിട്ട് തള്ളിയതാണ്. അത് വൈറലായി. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഇതേപോലെ ദിലീപിനെ മമ്മൂട്ടിനായിട്ട് വെച്ചിട്ട് നിങ്ങളെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ അതെന്താ പാടുന്ന് നമുക്ക് നോക്കാമെന്ന്. പക്ഷേ അത് അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാ പേജ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ കുറച്ച് പ്രയാസത്തിലാണ്. ഇതേപോലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നത്തിലാണ് നമ്മൾ. ഒന്ന് ഇക്കാൻ്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് പിന്നെ ഓപ്പറേഷത്തിൻ്റെ ഒരു കാര്യമുണ്ട്. ഡേറ്റ് പറഞ്ഞിട്ട് പോലും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളെ കയ്യിൽ വരാമെന്നും പറഞ്ഞിട്ട് പോന്നതാണ്. ലാസ്റ്റ് ഡോക്ടറെ കാണിച്ച സമയത്ത് ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ പോയിക്കുന്നല്ല പറഞ്ഞില്ല. നമ്മൾ ഈ പോയ സംഭവത്തിൽ നമുക്ക് നമ്മളെ കയ്യിൽ ക്യാഷ് കിട്ടാത്തതിന്റെ കാരണം നമ്മൾ കിട്ടുന്നത് കടത്തിലേക്ക് വിടുകയാണ്. അതാണ് സത്യം. നിങ്ങളോട് തുറന്ന് പറയാല്ല. നിങ്ങൾ നമ്മളെ കൂടെ കട്ട സപ്പോർട്ടാവും നമുക്ക് നല്ലോണം അറിയാം. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയേണ്ടി വരുമല്ലോ. അപ്പം പറഞ്ഞു പോവുകയാണ് ഞാൻ. എന്താ വെച്ചാൽ ഇക്കാക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കടങ്ങളുണ്ടായി, 1.5 ലക്ഷത്തിൻ്റെ മേലെ. അത് പറയുമ്പോൾ കുറച്ച് ഓവറാവുമെന്നറിയും. എന്താ വെച്ചാൽ ആൾക്കൊരു പെയിൻ വന്നതാണ്. അത് നമുക്കാർക്കും അറിയില്ല, ഇക്കാർക്കും അറിയില്ല അത് എന്താണ് ഏതാണെന്ന്. ഗ്യാസാണെന്ന് വെച്ചിട്ട് 3-4 ദിവസം ഞങ്ങൾ വെച്ച് നീട്ടിയതാണ്.
പിന്നെ വയനാട് നമ്മൾക്ക് ഫ്രൂട്ട്സിന്റെ എനിക്ക് പിന്നെ ബട്ടറിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അത് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പുലർച്ചെ ഇവിടുന്ന് പോവുകയാണ് 4 മണിക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ ഗ്യാസ് ആണെന്ന് കരുതിയിട്ട് ഇഞ്ചി കുത്തിച്ചതച്ചിട്ട് പിള്ളയെ കൊണ്ട് ചായയൊക്കെ കൊണ്ടുപോയി കുടിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോകുമ്പോൾ നല്ല മഴയുണ്ട്, അത് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഞാൻ മഞ്ചേരി കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജാഫർ, ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. പിന്നെ പുള്ളിയാണ് വണ്ടി ഓടിച്ചിരുന്നത്. പക്ഷേ ചുരത്തുമൊക്കെ എത്തിയപ്പോൾ പിന്നെ എനിക്ക് തീരെ കഴിയുന്നില്ല. അങ്ങനെ അവിടെ കടന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഗ്യാസ് എന്നാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നാരങ്ങ സോഡ കൊണ്ട് ഫുള്ള് കവർ ചെയ്ത് വീട്ടിലെത്തി ഒരു 3 മണിയായപ്പോൾ അല്ലേ, 3 മണിയായിട്ടുണ്ടാവും. 3 മണിയായപ്പോൾ ഞാൻ ഇവളേക്ക് പറഞ്ഞു, സംഭവം ഇത് പണി പാടുന്നുള്ളത് വേറെ എന്തോ കേസാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പിന്നെ ഇഞ്ചി മാത്രമല്ല, ജീരകം തിളപ്പിച്ചിട്ട് ആ വെള്ളം, ഇഞ്ചി ചുക്ക് അത് ആ വെള്ളം വേറെ, കുറേ പല ഐറ്റംസ് വെള്ളം ഞാൻ വയറ്റുമലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, നെയ്യത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കുപ്പിയിലാക്കിയിട്ട്. എന്നിട്ടൊന്നും ആക്കല്ല. ആള് നല്ല നമ്മളെ എന്താ പറയുക, ഗർഭിണികൾ പ്രസവവേദന ആയിട്ട് നടക്കുന്ന മാതിരി നിവരാൻ പറ്റാത്ത ലെവലിൽ കുഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പം ഞാൻ പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലേ ഞാൻ പറഞ്ഞു, എനിക്കത് വെച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി വെക്കാം, എന്തപ്പോൾ ഇത് ഇങ്ങനെ ആയാൽ നമുക്കൊന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട്. പിന്നെ കയ്യിലുള്ള ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ മൊത്തം പിന്നെ അവിടെ വയനാടൊക്കെ സാധനത്തിനൊക്കെ കൊടുത്തിട്ടാണ് പോയി നിൽക്കുന്നത്. കുറച്ച് സാധനമൊക്കെ ഓർഡറൊക്കെ കൊടുത്ത് സാധനമൊക്കെ എടുത്ത് ആകെ 110 ഉറുപ്പ്യ കൊണ്ടാണ് ഞങ്ങൾ ഗ്യാസിന് ഗുളി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയതാണ്. പുലർച്ചക്ക് വണ്ടി വിളിച്ചിട്ട് ഓട്ടോ വിളിച്ചിട്ട് പോകുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞ് നമുക്ക് പിന്നെ ശരിയാക്കാം കിട്ടോന്നും പറഞ്ഞു. ആ പൈസ ഇട്ട് അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് അവര് നോക്കുന്നതാണ്, ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അപ്പൊ അവര് പിന്നെ ECG ഇതെല്ലാം എടുത്ത് നോക്കിയപ്പോൾ അപ്പോഴും ഡോക്ടർ പറയണേ എനിക്കൊരു ഗ്യാസിന്റെ ഗുളിക പെട്ടെന്ന് കാണിക്കുന്നത് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം അവർ എന്നെ വിളിച്ചിട്ട് രഹസ്യമായിട്ട് പറയണേ, വേരിയേഷൻ ഉണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണം, ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ, അവിടെ ചെസ്റ്റിന്റെ ഡോക്ടർ ഇല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ തരിച്ചു പോയി. ഓട്ടോക്കാരൻ പറഞ്ഞു ഞാൻ പോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയാളെ പറഞ്ഞയച്ച് ഞാൻ നല്ലത് പറഞ്ഞ് വൃത്തി കൂട്ടി പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പിന്നെ ഇക്കാക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് ലേശം മരുന്നും തന്നു, ഗുളിക എന്താ കൊടുത്തു ചെയ്തു, കുറച്ച് ഗുളിക കൊടുത്തു. ആ ഗുളിക കുടിച്ച ഉടനെ ആള് വൊമിറ്റ് ചെയ്തു. അപ്പോൾ അവര് ഡോക്ടർ പേടിച്ച്. ഡോക്ടർ പറഞ്ഞ് അപ്പം നമുക്ക് മെഡിക്കൽ കോളേജിലേക്കാണ് അവർ എഴുതി തന്നത്. അതിനുള്ള ആംബുലൻസ് വിളിച്ചും ചെയ്ത്. അപ്പോൾ അവിടേക്ക് മാത്രം വരുന്നതാണ്, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് അറിയണത്. അപ്പോൾ ആ ആംബുലൻസ് വന്ന് അവരൊക്കെ വന്ന് റെഡിയാക്കി കാണാൻ കൊണ്ടുപോകുമ്പോൾ ഇത്ര സീരിയസ് ആണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് അവിടേക്ക് അത്രയും ദൂരം എത്തൂല, നിങ്ങൾ ഇവിടെ അടുത്തുള്ള ഏത് ഹോസ്പിറ്റലായാലും പ്രൈവറ്റിൽ നിങ്ങൾ കൊണ്ടുപോകാൻ തൽക്കാലം ആളെ രക്ഷപ്പെടുത്ത്, അവിടം വരെ പോകാൻ നമുക്ക് പെർമിഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ആംബുലൻസ് ആണെങ്കിൽ അവർ പറഞ്ഞു നമുക്ക് പ്രൈവറ്റിൽ പോകാനുള്ള അനുമതി ഇല്ല, പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, എന്നെ കൊണ്ട് വിളിച്ചിട്ട് ആളോട് പറയിപ്പിക്കാം, ഇങ്ങനെ ഇങ്ങനൊരു കേസായിപ്പോയി, അത് കാരണം കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇവിടേക്ക് പോകുന്നത്. HMS കോട്ടക്കൽ അങ്ങോട്ടേക്കാണ് പിന്നെ വിടുന്നത്. എവിടെയാണ് എത്തിച്ചാൽ അവിടെ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് അവിടെ വിട്ടപ്പോൾ അവർ കണ്ടേക്കാനെ പറഞ്ഞു പെട്ടെന്ന് സർജറി എമർജൻസി ചെയ്യണമെന്ന് പറഞ്ഞു. ₹1 പോലും ഇല്ല. അപ്പോൾ അവർ ആദ്യം പറഞ്ഞ് 7,000-8,000 കെട്ടി വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ₹1 ഇല്ല ഞങ്ങളെടുത്ത്, പിന്നെ ആരാ തരാന്ന് വെച്ച്, ഞങ്ങൾ തന്നെ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇത്ര ഇങ്ങനെ പെയിൻ ആണെങ്കിട്ട് കിടക്കണം. ഞാൻ ഡോക്ടറെ ചോദിക്കും, അവിടെ പിന്നെ വന്ന ഡോക്ടറെ ചോദിക്കണം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ക്രെഡിറ്റാണ് ചോദിക്കുന്നത്, നമ്മുടെ കയ്യിലില്ല, ഇത് ഇപ്പം തന്നെ വേണോ അതത് കഴിഞ്ഞിട്ട് മതി എന്നാൽ വേഗം എന്താണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത്. പെയിന് ഇളകിയ ആൾക്ക് പെയിന് കുറക്കാനല്ലേ നമ്മൾ ശ്രമിക്കുള്ളൂ. അതാണ് ഞാൻ ജാസിയൻ്റെ ആ കാര്യത്തിൽ എത്ര ഇത് പറയുന്നത്. കാരണം എൻ്റെ 2 ഭർത്താക്കന്മാരതും ഞാൻ കണ്ടിട്ടുള്ളതാണ്, പിന്നെ എൻ്റെ ഉമ്മാൻ്റെത്, അതുപോലെ എല്ലാവരും ഇടപെട്ടിട്ടുള്ളതും പോയിട്ടുള്ളതും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ആൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു പോയാൽ, നമ്മളെ കൂടെ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വന്നു പോയാൽ ഹോസ്പിറ്റലിൻ്റെ വലുപ്പം നോക്കൂല, പൈസ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കൂല, നമുക്ക് ആളെ രക്ഷപ്പെടുത്താന്നുള്ളത് നോക്കുള്ളൂ. പിന്നീട് നമ്മളെല്ലാം ബോധം വരുള്ളൂ അല്ലേ, അല്ലാതെ നമ്മളെ കയ്യിൽ ഇത്ര ഉള്ളൂ. അപ്പോൾ അതിന് പറ്റിയത് എവിടെയാണെന്ന് വെച്ച് തിരഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മളെ പ്രിയപ്പെട്ടവർ പോകും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പൈസ തന്നിട്ട് ഞങ്ങൾ പോവുള്ളൂ, നിങ്ങൾ എന്തായാലും ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ പിന്നെ ആളൊന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിയേറ്ററിൽ കയറ്റുന്നത്. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയ പൈസ ചോദിക്കലാണ് അവർ. ഓരോ സെക്കൻഡ് ആ പൈസ ഇവിടെ കിട്ടും, ഈ പൈസ ഇവിടെ കിട്ടും, കുറച്ച് കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലായിരുന്നു. ലാസ്റ്റ് എന്താ പറയുക, ഇക്കാൻ്റെ ഫ്രണ്ട്സുകളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് അല്ലേ പിരിച്ചിട്ടാണ് കുറച്ച് പൈസ കൊണ്ടുവരുന്നത്. കുറച്ച് ഞങ്ങൾ കടം, അത് കുറച്ച് വലിയൊരു കഥയാണ്, കടം മറ്റുള്ളവർക്ക് നിന്ന് തിരിച്ച് മറിച്ചൊക്കെ ആക്കിയിട്ടാണ്. ചുരുക്കം പറഞ്ഞാൽ രാവിലെ ഡിസ്ചാർജ് ചെയ്ത ഞങ്ങൾ രാത്രി 12 മണിക്ക് ശേഷമാണ്
പിന്നെ വീട്ടിൽ എത്തുന്നത്. അതുവരെ ഞങ്ങൾക്ക് ബില്ലടക്കാൻ പൈസ ഞങ്ങളെ കയ്യിൽ അന്ന് ഉള്ള കടം ആ കടം വീട്ടാൻ അപ്പം ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇപ്പോൾ ഞങ്ങൾ ഇപ്പം അവിടെ ഇപ്പോൾ നേർച്ചയ്ക്കൊക്കെ പോകും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാവധാനം ഞങ്ങളെ കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തട്ടിമുട്ടി ജീവിച്ച് പോകാമായിരുന്നു. പക്ഷെ അതല്ല, ഞങ്ങൾ കൊടുക്കാനുള്ള പൈസക്കാർ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു സ്ഥലത്ത് പോകാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത അവരും ആ സിറ്റുവേഷനിലാണ്. അപ്പോൾ നമ്മളിത് ഡിലേ ആയി പോകുന്നതിനനുസരിച്ചിട്ട് പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് വരും. അപ്പോൾ ഈ ചാൻസ് ഇനി കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടി വരുമ്പോൾ ഞങ്ങൾ വേഗം പോണ്. ആ കിട്ടുന്ന പൈസ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഊണും ഉറക്കമൊക്കെ വെച്ചിട്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല ആ സമയത്തൊക്കെ ഇപ്പോഴും എൻ്റെ മുഖമൊക്കെ നല്ല തടിച്ചിട്ടാണ്, കയ്യും കാലും ഒക്കെ നീരാണ് ശരീരത്തിലൊക്കെ. 15-20 ദിവസത്തോളമായി ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഉറങ്ങിയിട്ട് കറക്റ്റ് ഭക്ഷണം കഴിച്ചിട്ട്. ഞങ്ങൾ 4 മണിക്ക് പുലർച്ചെ 4 മണിക്കൊക്കെ ഫുട്പാത്തിൽ നൂഡിൽസും അതും ഇതൊക്കെ ആയിട്ടാണ് കഴിച്ച് നടക്കുന്നത്. അതുവരെ സോഡയും വെള്ളവും അങ്ങനെയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇതാവണത്. പിന്നെ മഞ്ഞ് ഉണ്ടെങ്കിൽ മഞ്ഞ് ഫുള്ള് കൊള്ളുകയാണ്, വെയിലാണെങ്കിൽ വെയിൽ ഫുള്ള് കൊള്ളുകയാണ്. അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ തടി നോക്കുന്നില്ല. അപ്പം ഗ്ലാമറൊക്കെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും. ഇതൊക്കെ പിന്നെയും ഉണ്ടായിക്കോളും, കടങ്ങളൊക്കെ ഉണ്ട് വീട്ടട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആരോടും നമുക്കൊരു വെറുപ്പുമില്ല, ദേഷ്യമില്ല. നിങ്ങൾ ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ സന്തോഷമുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വീഡിയോസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്റ്റോറി. ഇനിയും ഉണ്ട് ഒരുപാട് സ്റ്റോറി നിങ്ങളോട് പറയാൻ. നിങ്ങൾ കേൾക്കുമെങ്കിൽ നമ്മൾ ഇനിയും പറയാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയിൽ എന്തെങ്കിലും കമൻറ്റ് വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടും. അപ്പോൾ നമ്മൾ അതിനുള്ള മറുപടി ഇനി വേറൊന്നും കൂടി പറയാൻ, മനുഷ്യന്മാർ തമ്മിലുള്ള അല്ലേ, ഇതിൽ നമ്മൾ പറഞ്ഞതിൽ ആർക്കെങ്കിലും വിഷമമായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് അള്ളാനെ വിചാരിച്ചിട്ട് ആരും മനസ്സിൽ വെക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ കൂടെ പറഞ്ഞോളി. നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് നമ്മളൊന്നും വേറെ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇക്കാനെ ഇങ്ങനെ വിളിക്കണതിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനത് നമ്മളെ ഒരു പേഴ്സണൽ നമ്മളെ ജീവിതമാണ്. അപ്പോൾ അതിലേക്ക് ഒന്ന് ഇങ്ങനെ വരുമ്പോൾ ആരായാലും ഒരു വിഷമം ഉണ്ടാവും. ഇങ്ങനെ വിളിക്കണം അങ്ങനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ, പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഇനി നല്ലൊരു വീഡിയോസുമായിട്ട് നമ്മൾ വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. മാസലാം. മാസലാം.